രാധാകൃഷ്ണൻ പെരുമ്പളയുടെ കാവ്യസമാഹാരം യക്ഷഗാനം വായനക്കാരിലേക്ക്. പ്രശസ്ത കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ പ്രൊഫസർ എം.എ. റഹ്മാൻ നടൻ രാജേഷ് അഴീക്കോടിന് ആദ്യ പ്രതി നൽകി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സമഗ്രാധിപത്യ ശക്തികളുടെ സാംസ്കാരിക അധിനിവേശത്തെ ചെറുക്കുന്നതിൽ പ്രാദേശിക സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുന്ന കൃതികൾക്ക് പ്രസക്തിയുണ്ടെന്ന് പ്രശസ്ത ഡോക്യുമെന്ററി സിനിമാ സംവിധായകനും കഥാകൃത്തുമായ പ്രൊഫസർ എം.എ. റഹ്മാൻ അഭിപ്രായപ്പെട്ടു. രാധാകൃഷ്ണൻ പെരുമ്പളയുടെ കാവ്യപുസ്തകമായ യക്ഷഗാനത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ഭാഷകൾ ഇടകലർന്നു പുലരുന്ന കാസർകോട്ട് ഇവിടുത്തെ ചെറു സംസ്കാരങ്ങളും അവയുടെ സാഹിത്യവും സമഗ്രാധിപത്യ ശക്തികളുടെ അധിനിവേശത്തിന്റെ സാഹചര്യത്തിൽ നിലനിൽപ്പിന്റെ തന്നെ സന്നിഗ്ധാവസ്ഥകളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ എം.എ. റഹ്മാൻ, ചരിത്രപരമായ കാരണങ്ങളാൽ നൂറ്റാണ്ടുകളോളം തകർച്ചയ്ക്കും സംസ്കരണത്തിനും വിധേയമായ ഇവിടുത്തെ തുളു ഉൾപ്പെടെയുള്ള ഭാഷയും സംസ്കാരവും സാഹിത്യവും ഇപ്പോഴും വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഉബൈദിനൊക്കെ ഭാഷ വിട്ടിട്ട് പോരേണ്ടി വന്നു, പക്ഷെ രാധാകൃഷ്ണൻ അത് വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഘട്ടം ഘട്ടമായി മാറി മലയാളി എന്ന് പറഞ്ഞൊരു സമൂഹം ഒന്നിച്ചു വരും. പക്ഷേ നിങ്ങൾ കാസർഗോഡിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. യക്ഷഗാനത്തിൻ്റെ ഈ തലക്കെട്ട് സ്വീകാര്യമാവുന്ന ഒരവസ്ഥ കാസർഗോട്ടെ മലയാളി മനസ്സിലേക്ക് വരുന്ന കാലത്തിലേക്കുള്ള ഒരു വളർച്ച, അത് കവിയുടെ വളർച്ച കൂടിയാണ്. ആ വളർച്ചയെല്ലാം ഇതിനകത്തുണ്ട്. ഇതിലെ യക്ഷഗാനത്തിൽ എന്ന കവിത ഞാൻ നോക്കിയപ്പോൾ കോട്ടിച്ചയ്യന്മാർ എന്ന ആ ഒരു നാടോടി കഥാപാരമ്പര്യമുണ്ട്, ഒരു വീരകഥാ പാരമ്പര്യമാണ്. അത് ഏതിൻ്റെതാണ് ആ പാരമ്പര്യം? അത് തുളു എന്ന് പറയുന്ന പഴയ രാഷ്ട്രത്തിൻ്റെതാണ്. അതിലേക്ക് പോകാൻ 7 പുസ്തകം അദ്ദേഹം എഴുതേണ്ടി വന്നു. ആ വളർച്ച വലിയ കാര്യമാണ്. അതൊരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. കുഞ്ഞിരാമൻ നായർ കേരളത്തിൽ നിന്ന് മലയാളം കവിതയിലേക്ക് വരുന്നത് കാഞ്ഞങ്ങാട് നിന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് നേരെ സ്ഥലം വിട്ടു. എവിടത്തേക്കാ? പട്ടാമ്പിയിലേക്കും തഞ്ചാവൂരിലേക്കും. അവിടെ നിന്നാണ് അദ്ദേഹം വലിയ കവിയായി വന്നത്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ദുരിതം എന്ന് പറയുന്നത് നിങ്ങളെ അംഗീകരിക്കാൻ വലിയ പ്രയാസമാണെന്നുള്ളതാണ്. ആ അംഗീകാരത്തെ നേടിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഓരോ യുദ്ധങ്ങളാണ് ഓരോ കവിയുടെയും ഓരോ പുസ്തകങ്ങളും. നാടക സിനിമാ നടനും സംവിധായകനുമായ രാജേഷ് അഴീക്കോടൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മാഷ് പറഞ്ഞ പോലെ ടി ഉബൈദ് എന്നുള്ള കവി ഇല്ലെങ്കിൽ റഹ്മ മാഷ് എന്നുള്ള എഴുത്തുകാരനില്ല എന്ന് പറയുന്ന പോലെ റഹ്മ മാഷ് ഇല്ലെങ്കിൽ ഞാനൊരു സിനിമാ പ്രവർത്തകനോ ഡോക്യുമെൻ്ററി സംവിധായകനോ ആവില്ലായിരുന്നു. അത് എന്നും ഉള്ളു നിറയുന്ന ഒരനുഭവം തന്നെയാണ്. പ്രശസ്ത സാഹിത്യ നിരൂപകൻ ഡോക്ടർ ആർ ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി. സമകാലിക ജീവിതാവസ്ഥകളോട് സത്യസന്ധമായും വളച്ചുകെട്ടില്ലാതെയും സംവദിക്കുന്നവയാണ് പുതിയ മലയാള കവിതകളെന്ന് ചന്ദ്രബോസ് അഭിപ്രായപ്പെട്ടു. ഇവിടെ കലയും സാഹിത്യവും മറ്റുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത. അവിടെയൊക്കെ ഈ ഇരട്ട മുഖങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ അവർ സന്ദർഭം അനുസരിച്ച് വേഷമണിയുന്നവരാണ്. എന്നാൽ ഒരു ഉപജീവനത്തിന് ഒരു തൊഴിൽ ചെയ്യുകയും എന്നാൽ അതോടൊപ്പം തന്നെ കലയും രാഷ്ട്രീയവും ഒക്കെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത തരത്തിൽ അവരുടെ മനസ്സിൻ്റെ ചലനത്തിൻ്റെ ചിന്തയുടെയൊക്കെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ കലയോട്, സംസ്കാരത്തോട്, ആവിഷ്കാരങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ട് ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹം നമുക്ക് അപൂർവമായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. ഷെരീഫ് കുരിക്കൽ പുസ്തകം സദസ്സിനെ പരിചയപ്പെടുത്തി. ഉദുമമൂലയിലെ ഈസാസ് ഗൃഹാങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പി.കെ. മുകുന്ദൻ അധ്യക്ഷനായി. ജോസഫ് ലോറൻസ്, വി.വി. പ്രഭാകരൻ, എം.പി. ജിൽജിൽ, കെ. അരവിന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രന്ഥകർത്താവ് രാധാകൃഷ്ണൻ പെരുമ്പള മറുപടി പ്രസംഗം നടത്തി. പ്രശസ്ത നിരൂപകൻ എ.എം. ശ്രീധരന്റെ അവതാരികയോടെ കോഴിക്കോട് ഹരിത ബുക്സ് പ്രസിദ്ധീകരിച്ച യക്ഷഗാനത്തിൽ 22 കവിതകളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.